ബി.ജെ.പിയെ കടന്നാക്രമിച്ച ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തുവന്നത് സുപ്രീം കോടതി ഇടപെടൽ കാരണമാണെന്നും രാജ്യം സുപ്രീം കോടതിയോട് നന്ദി പറയണമെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. അതേസമയം മദ്യനയ അഴിമതി കേസിൽ ബി.ആർ.എസ് നേതാവ് കവിതയ്ക്ക് തിരിച്ചടി. ഡൽഹി റോസ് അവന്യൂ കോടതി കവിതയ്ക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചു. പ്രായപൂർത്തിയാകാത്ത മകന്റെ പരീക്ഷ ചൂണ്ടിക്കാണിച്ചാണ് കവിത ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ബി.ജെ.പിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികൾ നികുതിയിലും വെട്ടിപ്പ് നടത്തിയെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു. DLF, എയർടെൽ എന്നിവയടക്കം കമ്പനികൾക്കെതിരെയാണ് സഞ്ജയ് സിംഗ് ആരോപണം ഉന്നയിച്ചത്. ഒന്നും രണ്ടുമല്ല പല കോടികൾ വരും ഈ തുകയെന്നും ബി.ജെ.പിക്ക് പണം കൊടുത്തവർ രാജ്യത്തിന് ലഭിക്കേണ്ട നികുതി പണം നൽകിയില്ലെന്നും ബി.ജെ.പിക്ക് പണം നൽകിയാൽ രാജ്യത്തിന് ലഭിക്കുന്ന നികുതി പൂജ്യമെന്നും സഞ്ജയ് സിംഗ് കൂട്ടിച്ചേർത്തു. और ये भ्रष्टाचार इलेक्टोरल बॉन्ड के नाम पर हुआ है. इलेक्टोरल बॉन्ड के नाम पर ये घोटाला, ये भ्रष्टाचार हुआ. नियमों का बदलाव किया गया, हजारों करोड़ की टैक्स की छूट दी गई, लाखों करोड़ को कंपनियों को ठेका दिया गया और ये सब कुछ पर्दे के पीछे चल रहा था. എന്താണ് ബി.ജെ.പിയും ഈ കമ്പനികളും തമ്മിലുള്ള ഇടപാടെന്നും അദ്ദേഹം ചോദിച്ചു. CBIയും EDയും എന്തേലും അറിഞ്ഞിരുന്നോ എന്ന് സഞ്ജയ് സിംഗ് പരിഹസിച്ചു. ഏറ്റവും വലിയ അഴിമതിക്കാർ വിശ്വഗുരുവിന്റെ പാർട്ടിയാണെന്നും ആ പാർട്ടിയുടെ പേര് ബി.ജെ.പി എന്നാണെന്നും സഞ്ജയ് സിംഗ് പരിഹസിച്ചു. മോദി അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന വീഡിയോ സഞ്ജയ് സിംഗ് വാർത്താസമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തു. മദ്യനയ അഴിമതിയിൽ ബി.ജെ.പി ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോഴാണ് ബി.ജെ.പിക്കെതിരെ ആരോപണവുമായി സഞ്ജയ് സിംഗ് രംഗത്ത് വരുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.